ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ഷെസിൻ ടേസ്റ്റി ട്രീറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി പാൻ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ടേക്ക് പോകാം. അതിനുവേണ്ടി ഞാൻ 1/2 കിലോഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് പകുതി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 3 റോബസ്റ്റ് പഴം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 1/2 ടീസ്പൂൺ സാൾട്ടും മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഷുഗറും ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഓപ്ഷണൽ ആണ്. പിന്നെ ഇതൊന്ന് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള മിൽക്ക് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് അരച്ചെടുക്കുക. 2 എഗ്ഗ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. അരച്ചതിന് ശേഷം ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് രണ്ടാമത്തെ ബാറ്റർ കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് ഇതും അരച്ചെടുക്കുക. രണ്ടാമത്തെ മൈദ മാവും കൂടി അരച്ചതിന് ശേഷം ഞാനൊരു വലിയ ബൗൾ എടുത്തിട്ട് രണ്ടും അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ മാവ് അധികം തിക്കായിട്ട് വേണ്ട, ദോശമാവിനേക്കാളും ലൂസായിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. ഇനി ഒരു തവ എടുക്കുക, അതിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. എന്നിട്ട് ഈ മാവ് ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇതിങ്ങനെ പരത്തി കൊടുക്കുകയൊന്നും വേണ്ട കേട്ടോ, ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. ഇതൊക്കെ ഏത് സൈസിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കുക. ചെറുതായിട്ടോ മീഡിയം സൈസിലോ അല്ലെങ്കിൽ വലിയ ദോശ പോലെ ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെയും ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതൊക്കെ അവരവരെ ഇഷ്ടം പോലെ ചെയ്തെടുക്കുക. ഞാൻ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കളറ് ആയി കിട്ടിയാൽ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ചുട്ടെടുക്കുമ്പം സ്ലോ ഫ്ലെയിമിൽ ചെയ്തെടുക്കാവൂ, അല്ലെങ്കിൽ മൊത്തത്തിൽ കരിഞ്ഞു പോകും. ഞാൻ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് അടുത്തതും ഇതുപോലെ നെയ്തടിയിട്ട് ഒന്ന് ഇതുപോലെ തന്നെ ചുട്ടെടുക്കുക. അങ്ങനെ എല്ലാം മൊത്തത്തിലൊന്ന് ഇതുപോലെ ചുട്ടെടുക്കുക. നമ്മുടെ പാൻ കേക്കെല്ലാം അടിപൊളിയായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് അടുത്തത് നല്ല റെസിപ്പി ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.